ഹായ് ഗൈസ്, എല്ലാവർക്കും FSPSC ഹസൽ PYQയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 127/2025 ഹൈസ്കൂൾ ടീച്ചർ മലയാളത്തിന് വേണ്ടിയിട്ട് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാം നടന്ന ഡേറ്റ് November 7, 2025 GK, കലാ, സാഹിത്യം മുതലായ മേഖലകളിൽ നിന്ന് കുറേ നല്ല ചോദ്യങ്ങളുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ചോദ്യം 1. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ ശരിയായ ആരോഹണാടിസ്ഥാനത്തിലുള്ള ക്രമീകരണം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 3, 2, 4, 1. ഏതൊക്കെയാണ്? കേന്ദ്ര നിർമ്മാണ സഭയിലെ സ്വരാജ് പാർട്ടി നേതാവായി മോത്തിലാൽ നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ടു. ഡോക്ടർ MA അൻസാരിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന സർവകക്ഷി സമ്മേളനം മോത്തിലാൽ നെഹ്റു അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ഡൽഹിയിലെ സെൻട്രൽ അസംബ്ലി ഹാളിൽ ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ ബോംബ് സ്ഫോടനം നടത്തി. രവി നദീതീരത്ത് നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് പരിപൂർണ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഇതാണ് കറക്റ്റ് ഓർഡർ. 1923 മുതൽ 1930 വരെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 2. താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയെ ആകർഷിച്ച ജോൺ റസ്കിൻ്റെ അൺടു ദി ലാസ്റ്റ് എന്ന കൃതിയിലെ ആശയം അല്ലാത്തത് കണ്ടെത്തുക. അൺടു ദി ലാസ്റ്റിൻ്റെ മലയാളം കൊടുത്തിരിക്കുന്നത് ഈ അവസാനം വരെയെന്ന്. അപ്പം അല്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് അല്ലാത്തത്. നമുക്ക് അതിനകത്ത് പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. എന്തോ വരും? തൊഴിലാളികളുടെയോ കൃഷിവലൻ്റെയോ ജീവിതമാണ് ശരിയായ ജീവിതം. ഒരു തൂമ്പ കയ്യിലുള്ള തൊഴിലാളി കേസ് നടത്തുന്ന അഭിഭാഷകനെ പോലെ തന്നെ ശരിക്കും സമൂഹത്തെ സേവിക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഉൾപ്പെടുന്നത്. ചോദ്യം 3. പട്ടിക 1 തന്നിട്ടുള്ളവയെ പട്ടിക 2 ചേരുമ്പടി ചേർക്കുക. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ നോക്കാം. സന്താൾ കലാപം 1855. കോൾ കലാപം എന്നാണ് 1831. ഭീലുകളുടെ കലാപം 1819. രംഗ്പൂർ കലാപം 1783. നമുക്ക് കറക്റ്റ് ഓർഡറിന് എങ്ങനെയാണെന്ന് നോക്കാം. രംഗ്പൂർ കലാപമാണ് ആദ്യം നടന്നത് 1783. ഭീൽ കലാപം നടന്നത് 1819, 1819. കോൾ കലാപം 1831, 1831. സന്താൾ കലാപം 1855. സന്താൾ കലാപം എല്ലാവർക്കും അറിയായിരിക്കും പൊതുവെ 1855. രംഗ്പൂർ കലാപം നടന്നത് 1783. ഫീൽ കലാപം 1819, 1819. കോൾ കലാപം 1831. ചോദ്യം 4. സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് തന്നിട്ടുള്ള പരാമർശങ്ങളിൽ തെറ്റായ പരാമർശം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പ്രചരണത്തിനായി ദയാനന്ദ സരസ്വതി കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു എന്ന് പറയുന്നതാണ് തെറ്റ്. ആരാണ് കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ്, അല്ലേ? രാജാറാം മോഹൻ റോയ് ആരുമായി ചേർന്നാണ് കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത്? ഡേവിഡ് ഹാരയുമായി ചേർന്ന് 1817 സ്ഥാപിച്ചതാണ് കൽക്കട്ടയിൽ ഹിന്ദു കോളേജ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പ്രചരണത്തിന് വേണ്ടിയിട്ട്. മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിന്ദു മതത്തിലെ അനാചാരങ്ങളായ ജാതി വ്യത്യാസം, ബാലവിവാഹം, വിഗ്രഹാരാധന എന്നിവയെ ദയാനന്ദ സരസ്വതി എതിർത്തു. സത്യാർത്ഥ പ്രകാശം എന്ന കൃതിയിലൂടെ ദയാനന്ദ സരസ്വതി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പം ദയാനന്ദ സരസ്വതിയുടെ കൃതി ഏതാണ്? സത്യാർത്ഥ പ്രകാശം. പുരാണ ഇതിഹാസങ്ങളെക്കാൾ വേദാധിഷ്ഠിതമായ ഒരു നവീന ഹിന്ദു സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിലാണ് ദയാനന്ദ സരസ്വതി ശ്രദ്ധിച്ചത്. പുരാണ ഇതിഹാസങ്ങളെക്കാൾ വേദാധിഷ്ഠിതമായ ഒരു നവീന ഹിന്ദു സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിലാണ് ദയാനന്ദ സരസ്വതി ശ്രദ്ധിച്ചത്. ചോദ്യം 5. താഴെ തന്നിരിക്കുന്ന നവോത്ഥാന നായകരുടെയും അവരുടെ സംഘടനയുടെയും പട്ടിക തമ്മിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് ഏതാണെന്ന് നൽകിയ കോഡിലൂടെ കണ്ടെത്തുക. ബദറുദ്ദീൻ തിയാബ്ജി. കറക്റ്റ് ആൻസർ പറയാം. ബദറുദ്ദീൻ തിയാബ്ജി, അഞ്ജുമാനി ഇസ്ലാം. ബദറുദ്ദീൻ തിയാബ്ജി, അഞ്ജുമാനി ഇസ്ലാം. സയ്യിദ് അഹമ്മദ് ഖാൻ. സയ്യിദ് അഹമ്മദ് ഏതാണ്? വഹാബി പ്രസ്ഥാനം. ദാദാഭായ് നെഹ്റുജിയുടെ ഏതാണ്? റഹ്നുമായി മസ്ദായാസൻ സഭ. ദാദാഭായ് നെഹ്റുജി, റഹ്നുമായി മസ്ദായാസൻ സഭ. മിർസ ഗുലാമിൻ്റെയാണ് അഹമ്മദിയ പ്രസ്ഥാനം. ഈ അഹമ്മദിയ പ്രസ്ഥാനമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നും കൂടെ പറയാം. ബദറുദ്ദീൻ തിയാബ്ജിയുടെയാണ് അഞ്ജുമാനി ഇസ്ലാം. സയ്യിദ് അഹമ്മദിൻ്റെയാണ് വഹാബി പ്രസ്ഥാനം. ദാദാഭായ് നവറോജിയുടെ ഏതാണ്? റഹ്നുമായി മസ്ദായാസൻ സഭ. മിർസ ഗുലാം, അഹമ്മദിയ പ്രസ്ഥാനം. ചോദ്യം 6. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക.
1, 3, 4 ശരി. ഏതൊക്കെയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ. എല്ലാ വർഷവും മെയ് 17 കുടുംബശ്രീ ദിനമായി ആഘോഷിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. കുടുംബശ്രീ വഴി ഗ്രാമീണ സ്ത്രീകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. കുടുംബശ്രീ വഴി ഗ്രാമീണ സ്ത്രീകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതി ഏതാണ്? മുറ്റത്തെ മുല്ല. ചോദ്യം 7. എന്താണ് സി സ്പേസ്? എന്താണ് സി സ്പേസ്? OTT പ്ലാറ്റ്ഫോമാണ് അല്ലേ? കേരള സർക്കാരിൻ്റെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. താഴെ തന്നിരിക്കുന്ന ഓടക്കുഴൽ അവാർഡ് ജേതാക്കളെ അവരുടെ കൃതികളുമായി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എസ് ജോസഫ് ചന്ദ്രനോടൊപ്പം. എം എ റഹ്മാൻ ഓരോ ജീവിതവും വിലപ്പെട്ടതാണ്. അംബികാസുധൻ മങ്ങാട് ഏതാണ്? പ്രാണവായു. സേതു മറുപിറവി. അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായുവും സേതുവിൻ്റെ മറുപിറവിയും നമുക്ക് പരിചിതമുള്ളതാണ്. പിന്നെ ഏതൊക്കെയാണോ ഒന്ന് നോക്കി വെക്കേണ്ടത്? എസ് ജോസഫിൻ്റെ ഏതാണ്? ചന്ദ്രനോടൊപ്പം. എം എ റഹ്മാൻ ഓരോ ജീവിതവും വിലപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. അടുത്ത ചോദ്യം. ഗാന്ധി സമാധാന പുരസ്കാരവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ് തെറ്റായ പ്രസ്താവന? മൂന്നാമത് നൽകിയിരിക്കുന്നതാണ് തെറ്റായ പ്രസ്താവന. ഗാന്ധി പുരസ്കാരത്തിന് ആദ്യം അർഹനായ വ്യക്തി ഡോക്ടർ നെൽസൺ മണ്ടേലയാണ് എന്നുള്ളതാണ് തെറ്റ്. ആർക്കാണ് ആദ്യ ഗാന്ധി പുരസ്കാരം ലഭിച്ചത്? ജൂലിയസ് കാംബ്രാക് നൈരേരയ്ക്കാണ്. ഡോക്ടർ ജൂലിയസ് കാംബ്രാക് നൈരേരയ്ക്കാണ് ആദ്യത്തെ ഗാന്ധി അവാർഡ് ലഭിച്ചത്. 1995 മുതലാണ് ഗാന്ധി അവാർഡ് കൊടുത്തു തുടങ്ങിയത്. ഇനി മറ്റ് ശരിയായ പ്രസ്താവനകളതും കൂടെ നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ 125ാം ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് ഗാന്ധി സമാധാന പുരസ്കാരം ഏർപ്പെടുത്തിയത്. പ്രധാനമന്ത്രി അധ്യക്ഷനായ 5 അംഗ കമ്മിറ്റിയാണ് ഗാന്ധി സമാധാന പുരസ്കാര ജേതാക്കളെ തീരുമാനിക്കുന്നത്. 2021 ഗാന്ധി സമാധാന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഖൊരഗ്പൂരിലെ ഗീതാ പ്രസാണ്. 2021 ഗാന്ധി സമാധാന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഖൊരഗ്പൂരിലെ ഗീതാ പ്രസാണ്. പിന്നീട് അങ്ങോട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. അടുത്ത ചോദ്യം നോക്കാം. പട്ടിക എ, പട്ടിക ബി എന്നിവ പരിശോധിച്ച് അവയുടെ ശരിയായ ബന്ധം താഴെ തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരി? ദേശീയ ബാലികാ ദിനം ജാനുവരി 24. അന്താരാഷ്ട്ര ബാലികാ ദിനം ഒക്ടോബർ 11. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. മലാല ദിനം ജൂലൈ 12. ഒന്നും കൂടെ പറയാം. ദേശീയ ബാലികാ ദിനം ജാനുവരി 24. അന്താരാഷ്ട്ര ബാലികാ ദിനം ഒക്ടോബർ 11. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. മലാല ദിനം ജൂലൈ 12. ഒരു ഓർഡറിൽ നോക്കി വെച്ചിരുന്നാൽ മതി. ജാനുവരിയിൽ ദേശീയ ബാലികാ ദിനം ജാനുവരി 24. ഫെബ്രുവരിയിൽ ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ഇനി മലാല ദിനം എന്ന ജൂലൈ 12. അന്താരാഷ്ട്ര ബാലികാ ദിനം ഒക്ടോബർ 11. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2, 3 തെറ്റാണ്. നമുക്ക് ശരിയായ പ്രസ്താവന നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 1975 ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ടൈഗർ. ഇത് ശരിക്കും ഈ ആൻസർ കീ കൊടുത്തതിനകത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടതായിട്ടാണ് തോന്നുന്നത്. കാര്യം നമുക്കറിയാം പ്രോജക്റ്റ് ടൈഗർ 1973 ആരംഭിച്ചത്. ഇവിടെ 75 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഓപ്ഷൻ തെറ്റാവാനാണ് സാധ്യത. ഓക്കെ, പ്രോജക്റ്റ് ടൈഗർ 1973 അതാണ് കറക്റ്റ്. അടുത്തത് പ്രോജക്റ്റ് ടൈഗറിൻ്റെ ആദ്യ ഡയറക്ടർ കൈലാഷ് സംഗലയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്തുകൊണ്ടാണ് തെറ്റ്? ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക് എന്നാണ് കൊടുത്തേക്കുന്നത്. എവിടെയാണ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചത്? ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് 1973 പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത്. അടുത്ത ചോദ്യം. പട്ടിക 1 ഉള്ളവയോട് യോജിക്കുന്നവ പട്ടിക 2, പട്ടിക 3 എന്നിവയുമായി ശരിയായി യോജിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് കണ്ടെത്തുക. നമുക്ക് ശരിയായിട്ടുള്ളത് നോക്കാം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഏതാണ്? സർവകലാശാല വിദ്യാഭ്യാസം,
UGC. മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസം ത്രിഭാഷാ പദ്ധതി. കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃക 10+2+3. പുത്തൻ വിദ്യാഭ്യാസ നയം സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം നവോദയ വിദ്യാലയം. ഇതാണ് കറക്റ്റ് ഓർഡർ. അടുത്ത ചോദ്യം, കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലെ തീക്കനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് താഴെ പറയുന്നവയിൽ ആരാണ്? ഡൊറോത്തി ഹ്യൂസിനെയാണ് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലെ തീക്കനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്ന് കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ശരി. 1, 2, 4 ഏതൊക്കെയാണ്? സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നതാണ്. 1993 ശൂരനാട് കുഞ്ഞൻപിള്ള ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായി. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നോവലിസ്റ്റും കഥാകൃത്തുമായ P. വത്സല നേടി. ഇത് ഇത്രയും കറക്റ്റാണ്. ഇനി 2022 ആർക്കാണ് കിട്ടിയത്? സേതുവിനാണ് കിട്ടിയത് അല്ലേ? സേതു. 2023 SK വസന്തൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് NS മാധവൻ. 2025 ആർക്കാണ് കിട്ടിയത്? KG ശങ്കരപിള്ളയ്ക്കാണ് കിട്ടിയത്. KG ശങ്കരപിള്ള. അപ്പം 2021 P. വത്സല, 2022 സേതു, 2023 SK വസന്തൻ, 2024 NS മാധവൻ, 2025 KG ശങ്കരപിള്ള. അടുത്ത ചോദ്യം നോക്കാം. ദേശത്തുടയോൻ എന്ന കവിതാ സമാഹാരത്തിൻ്റെ കർത്താവ്? ദേശത്തുടയോൻ എന്ന കവിതാ സമാഹാരത്തിൻ്റെ കർത്താവ് KG ശങ്കരപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച KG ശങ്കരപിള്ളയാണ് ദേശത്തുടയോൻ എന്ന കവിതാ സമാഹാരത്തിൻ്റെ കർത്താവ്. KG ശങ്കരപിള്ളയുടെ മറ്റ് ചില കൃതികളും കൂടെ നമുക്ക് നോക്കാം. ഒറ്റയാൻ, പട്ടാളം, ഭൂമിയുടെ അവകാശികൾ, പെരുന്തച്ചൻ, കൽക്കി, വിശ്വരൂപം, സാക്ഷി ഇതെല്ലാം KG ശങ്കരപിള്ളയുടെ കൃതികളാണ്. ഒറ്റയാൻ, പട്ടാളം, ഭൂമിയുടെ അവകാശികൾ, പെരുന്തച്ചൻ, കൽക്കി, വിശ്വരൂപം, സാക്ഷി. അടുത്ത ചോദ്യം, അറിയുന്നതാർ കടൽക്കാക്കയെ അതിൻ നീണ്ട ചിറകിൻ വളമ്പിനെ എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയ കവി ആരാണ്? NV കൃഷ്ണവാര്യർ. അറിയുന്നതാർ കടൽക്കാക്കയെ അതിൻ നീണ്ട ചിറകിൻ വളവിനെ ഇങ്ങനെ തുടങ്ങുന്ന വരികൾ എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യർ. ചോദ്യം 25, കേരള ഭാഷ വനിതയ്ക്കുള്ള ആഭരണങ്ങളിൽ ഏറ്റവും പഴക്കവും തിളക്കവും കൂടിയ ഒന്നാണ് കൃഷ്ണഗാഥ എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? കേരള ഭാഷ വനിതയ്ക്കുള്ള ആഭരണങ്ങളിൽ ഏറ്റവും പഴക്കവും തിളക്കവും കൂടുന്ന ഒന്നാണ് കൃഷ്ണഗാഥ എന്ന് അഭിപ്രായപ്പെട്ടത് സാഹിത്യപഞ്ചാനൻ PK നാരായണപിള്ളയാണ്. സാഹിത്യപഞ്ചാനൻ PK നാരായണപിള്ള. നക്ഷത്രങ്ങളെയും പൂക്കളെയും കുറിച്ചു മാത്രം പാടിയ G. ശങ്കരക്കുറുപ്പിൻ്റെ കവിതയ്ക്ക് ജീവിതവുമായി യാതൊരു ഇടപാടും ഉണ്ടായിരുന്നില്ല എന്ന് വിമർശിച്ച നിരൂപകൻ ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. വൈലോപ്പിള്ളി കവിതകൾക്ക് വ്യക്തമായ 2 തലങ്ങളുണ്ട്. വിരുദ്ധവും പരസ്പര പൂരകവുമല്ലാത്ത 2 വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് ആ കവിതയുടെ കാച്ചിക്കുറക്കിയ സൗന്ദര്യമുള്ളത്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? K. അയ്യപ്പ പണിക്കർ. വൈലോപ്പള്ളി കവിതകൾക്ക് വ്യക്തമായ 2 തലങ്ങളുണ്ട്. വിരുദ്ധവും പരസ്പര പൂരകവുമല്ലാത്ത 2 വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് ആ കവിതയുടെ കാച്ചിക്കുറുക്കിയ സൗന്ദര്യമുള്ളതെന്ന് അഭിപ്രായപ്പെട്ടത് K. അയ്യപ്പ പണിക്കരാണ്. ചൂലാൾ തല്ല് ചൂലാറ്റത്തല്ല് എന്ന സന്ധിപ്രയോഗമുള്ള ചമ്പുകാവ്യമേത്? ഉണ്ണിയച്ചി ചരിതം. ചൂലാൾ തല്ല് ചൂലാറ്റത്തല്ല് എന്ന സന്ധിപ്രയോഗമുള്ള ചമ്പുകാവ്യമേതാണ്? ഉണ്ണിയച്ചി ചരിതം. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ വീഡിയോ 2-3 വട്ടം റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. എക്സാം അടുപ്പിച്ച് റിപ്പീറ്റ് അടിച്ചൊന്ന് കേട്ടിട്ട് പോവുക. സാഹിത്യം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഏറ്റവും നല്ലത് PYQs പഠിച്ചു വയ്ക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കാണുന്നതിൽ ഇന്ദുലേഖയിലെ കഥാപാത്രം അല്ലാത്തതാര്? ഓപ്ഷൻ C ആണ് അല്ലാത്തത്, രാമൻ മേനോൻ. ഇപ്പം ഇന്ദുലേഖയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സൂരി നമ്പൂതിരി, ചെറുശ്ശേരി നമ്പൂതിരി, ലക്ഷ്മിക്കുട്ടിയമ്മ. ആരൊക്കെയാണ് ഇന്ദുലേഖയിലെ കഥാപാത്രങ്ങൾ? സൂരി നമ്പൂതിരി, ചെറുശ്ശേരി നമ്പൂതിരി, ലക്ഷ്മിക്കുട്ടിയമ്മ. ചോദ്യം 32, എരുമത്ര മഠം ആർക്കോ താമസത്തിന് കൊടുക്കാൻ പോകുന്നു. വാർത്ത കേട്ട പാതി കേൾക്കാത്ത പാതി കോടാന്ത്ര മൂത്താശാൻ അങ്ങോട്ടോടി. മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഏതാണ് ആ നോവൽ? കയർ. തകഴിയുടെ കയർ ആരംഭിക്കുന്നതാണ് ഇങ്ങനെ. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? എരുമത്ര മഠം ആർക്കോ താമസത്തിന് കൊടുക്കാൻ പോകുന്നു.
വാർത്ത കേട്ട പാതി കേൾക്കാത്ത പാതി, കോടാന്ത്ര മൂത്താശാൻ അങ്ങോട്ടോടി. മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഏതാണ് നോവൽ? കയറ്. അടുത്ത ചോദ്യം, ദ ഇൻഫിനിറ്റി ഓഫ് ഗ്രേസ് എന്ന മലയാള നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഗുരുസാഗരം. ദ ഇൻഫിനിറ്റി ഓഫ് ഗ്രേസ് ഏത് മലയാള നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? ഗുരുസാഗരം. ചുവടെ പറയുന്നവയിൽ എം ജിയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ മാത്രം നമുക്ക് നോക്കാം. 2024 ഡിസംബർ 25 അന്തരിച്ചു. NP മുഹമ്മദുമായി ചേർന്ന് അറബി പൊന്ന് എന്ന നോവൽ എഴുതി. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഒരു വടക്കൻ വീരഗാഥ എന്ന ചലച്ചിത്രം MT തിരക്കഥ എഴുതിയത്. സംവിധാനം ചെയ്തതാരാ? ഹരിഹരനാണ് സംവിധാനം ചെയ്തത്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന നോവലിൻ്റെ കർത്താവല്ല, യാത്രാവിവരണത്തിൻ്റെ കർത്താവാണ്. അപ്പം ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് MTയുടെ യാത്രാവിവരണമാണ്. വടക്കൻ വീരഗാഥയ്ക്ക് തിരക്കഥയാണ് എഴുതിയത്. സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. 2024 ഡിസംബർ 25 അന്തരിച്ചു. NP മുഹമ്മദുമായി ചേർന്ന് അറബി പൊന്നെന്ന നോവൽ എഴുതി. അടുത്ത ചോദ്യം, കൽക്കത്തയിലെ അഭയാർത്ഥി ജീവിതം പ്രമേയമാക്കി E. സന്തോഷ് കുമാർ എഴുതിയ നോവൽ ഏതാണ്? തബോമിയുടെ അച്ഛൻ. E. സന്തോഷ് കുമാർ എഴുതിയ നോവൽ ഏതാണ്? തബോമിയുടെ അച്ഛൻ. കൽക്കത്തയിലെ അഭയാർത്ഥി ജീവിതം പ്രമേയമാക്കി E. സന്തോഷ് കുമാർ എഴുതിയ നോവലാണ് തബോമിയുടെ അച്ഛൻ. തബോമിയുടെ അച്ഛനാണ് ഈ പ്രാവശ്യത്തെ വയലാർ 2025 വയലാർ അവാർഡ് ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. തബോമിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇനി എത്ര ലക്ഷം രൂപയാണ്? 1 ലക്ഷം രൂപയാണ് വയലാർ അവാർഡ്. 2025 നൽകിയത് 49ാമത് വയലാർ അവാർഡാണ്. ഒക്ടോബർ 27 വയലാർ രാമചന്ദ്രൻ്റെ ചരമദിനത്തിലാണ് നൽകുന്നത്. വയലാറിൻ്റെ ചരമദിനത്തിലാണ് ഒക്ടോബർ 27 വയലാർ അവാർഡ് നൽകുന്നത്. അടുത്ത ചോദ്യം, സത്യം തെളിഞ്ഞു, കല്യാണിക്കുട്ടി, കേളുണ്ണി മൂപ്പിൽ നായർ എന്നീ ആദ്യകാല കഥകളുടെ കർത്താവാര്? ആരാണ്? ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോൻ. സത്യം തെളിഞ്ഞു, കല്യാണിക്കുട്ടി, കേളുണ്ണി മൂപ്പിൽ നായർ എന്നീ ആദ്യകാല കഥകളുടെ കർത്താവാരാണ്? ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ. ചോദ്യം 37, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായ ജോഡി? പൊൻകുന്നം വർക്കി മന്ത്രിക്കെട്ട്, SK പൊറ്റക്കാട് ഏഴിലംപാല, കാരൂർ നീലകണ്ഠപിള്ള മോതിരം. ഇതിനകത്ത് തെറ്റ് ഏതാണ്? തേന്മാവ്. തേന്മാരാരുടെ കൃതിയാണ് തേന്മാവ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് തേന്മാവ്. അപ്പം പൊൻകുന്നം വർക്കി മന്ത്രിക്കെട്ട്, വൈക്കം മുഹമ്മദ് ബഷീർ തേന്മാവ്, SK പൊറ്റക്കാട് ഏഴിലംപാല, കാരൂർ നീലകണ്ഠപിള്ള മോതിരം. അടുത്ത ചോദ്യം, പെരുമഴയുടെ പിറ്റേന്ന് MTയുടെ കഥയാണ്. എന്നാൽ പെരുമഴ പോലെ ആരെഴുതിയ കഥയാണ്? T. പത്മനാഭൻ്റെ കഥയാണ് പെരുമഴ പോലെ. പെരുമഴയുടെ പിറ്റേന്ന് MTയുടെ കഥയാണ്. പെരുമഴ പോലെ എന്നെഴുതിയത് പെരുമഴ പോലെ ആരുടെ കഥയാണ്? T. പത്മനാഭൻ. അടുത്ത ചോദ്യം, മഞ്ഞ്, ഓക്കിനാവിലെ പതിവ്രതകൾ എന്നിവ ആരുടെ കഥാസമാഹാരങ്ങളാണ്? മഞ്ഞ്, ഓക്കിനാവയിലെ പതിവ്രതകൾ എന്നിവ ആരുടെ കഥാസമാഹാരങ്ങളാണ്? UP ജയരാജ്. മഞ്ഞ്, ഓക്കിനാവയിലെ പതിവ്രതകൾ, UP ജയരാജ്. ചോദ്യം 40, അവതാരിക ഭൂപടങ്ങൾക്ക് ആരുടെ കഥാസമാഹാരമാണ്? അവതാരിക ഭൂപടങ്ങൾക്ക് ആരുടെയാണ്? TV കൊച്ചുബാവ. അവതാരിക ഭൂപടങ്ങൾക്ക് TV കൊച്ചുബാവ. കൊച്ച് അവതാരിക എന്നോർത്ത് വയ്ക്കുക. അവതാരിക ഭൂപടങ്ങൾക്ക് TV കൊച്ചുബാവ. ചങ്ങമ്പുഴയുടെ ആത്മകഥ ഏത്? തുടിക്കുന്ന താളുകൾ. ചങ്ങമ്പുഴയുടെ ആത്മകഥ തുടിക്കുന്ന താളുകൾ. ചോദ്യം 42, ചെമ്പൈ സംഗീതവും ജീവിതവും ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതി? ജീവചരിത്രം. ചെമ്പൈ സംഗീതവും ജീവിതവും ജീവചരിത്രമാണ്. പുരുഷാന്തരങ്ങളിലൂടെ എഴുതിയത് ആര്? വയലാർ രാമവർമ്മ എഴുതിയതാണ് പുരുഷാന്തരങ്ങളിലൂടെ. എൻ്റെ ജീവിതം എന്ന ആത്മകഥയുടെ രചയിതാവ് ആര്? ശ്രീജിത്ത് പൈതലേയൻ. അതൊരു പുതിയ ഇൻഫർമേഷനാണ് നമുക്ക്. എൻ്റെ ജീവിതം എന്ന ആത്മകഥയുടെ രചയിതാവ് ശ്രീജിത്ത് പൈതലേയൻ. ആക്ച്വലി ഈ ശ്രീജിത്ത് പൈതലേയൻ എന്ന് പറയുന്നത് ഈ കല്ലേൽ പൊക്കുടൻ്റെ മകനായിട്ടാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പം എൻ്റെ ജീവിതം ശ്രീജിത്ത് പൈതലേയൻ. താഴെ പറയുന്നവയിൽ സഞ്ചാര സാഹിത്യ കൃതി ഏത്? ഓപ്ഷൻ സി ഒന്ന് മാത്രം, ബിലാത്തി വിശേഷമാണ് സഞ്ചാര സാഹിത്യ കൃതി. ഏതാണ്? ബിലാത്തി വിശേഷം. ചോദ്യം 46, ചോരശാസ്ത്രം ആരുടെ രചനയാണ്? VJ ജെയിംസിൻ്റെ രചനയാണ് ചോരശാസ്ത്രം.
മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമേത്? ഓപ്ഷൻ ബി യുക്തിഭാഷ. മലയാളത്തിലെ ആദ്യ ഗണിതഭാഷാ ഗ്രന്ഥമേത്? യുക്തിഭാഷ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആദ്യകാല കൃഷിരീതികൾ ഏത്? മുണ്ടകൻ, വിരിപ്പ്, പുഞ്ച. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ നൃത്തം. മലയാളത്തിലെ ആദ്യ സൈബർ നോവലാണ് ഏതാണ്? നൃത്തം. വിദ്യാവിനോദിനി മാസിക പ്രസിദ്ധീകൃതമായ വർഷമേത്? ഓപ്ഷൻ ഡി 1889. വിദ്യാവിനോദിനി മാസിക പ്രസിദ്ധീകൃതമായ വർഷമേത്? 1889. മലയാളത്തിലെ ആദ്യത്തെ അന്തർവിജ്ഞാന വിമർശകൻ, ഇന്റർഡിസിപ്ലിനറി ക്രിറ്റിക് എന്നറിയപ്പെടുന്നത് ആരാണ്? കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ളയാണ് മലയാളത്തിലെ ആദ്യത്തെ ഇന്റർഡിസിപ്ലിനറി ക്രിറ്റിക് എന്ന് അറിയപ്പെടുന്നത്. എൻ കെ സാനുവിൻ്റെ രാജവീതി എന്ന നിരൂപണ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? നാടകവിമർശനമാണ്. നാടകവിമർശനം. എം കെ സാനുവിൻ്റെ രാജവീതി എന്ന നിരൂപണ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? നാടകവിമർശനമാണ്. രാജവീതി നാടകവിമർശനം. ചോദ്യം 56. ഖണ്ഡന വിമർശനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഒരു കൃതിയെ അടിമുടി വിമർശിച്ച് ദോഷം മാത്രം കണ്ടെത്തുന്നതിനെയാണ് ഖണ്ഡന വിമർശനം എന്ന് അറിയപ്പെടുന്നത്. ഉചിതമായ ചേർത്തെഴുതുക. മാച്ച് ദ ഫോളോയിങ് ആണ്. കറക്റ്റ് ഓപ്ഷൻസ് വായിക്കാം. ബുദ്ധനിലേക്കുള്ള ദൂരം കെ കൊച്ച്. ബുദ്ധനിലേക്കുള്ള ദൂരം കെ കൊച്ച്. വിമർശന ഹരിതീകരണം ജി മധുസൂദനൻ. വിമർശന ഹരിതീകരണം ജി മധുസൂദനൻ. ചെമ്മീൻ എസ് ശാരദക്കുട്ടി. ചെമ്മീൻ തിരയും കഥയും എസ് ശാരദക്കുട്ടി. ജീവൽ സാഹിത്യവും സൗന്ദര്യബോധവും EMS. ജീവൽ സാഹിത്യവും സൗന്ദര്യബോധവും EMS. ചെമ്മീൻ തിരയും കഥയും എസ് ശാരദക്കുട്ടി. ജീവൽ സാഹിത്യവും സൗന്ദര്യബോധവും EMS. ബുദ്ധനിലേക്കുള്ള ദൂരം കെ കൊച്ച്. കുറച്ച് ദൂരമേ ഉള്ളൂ അല്ലേ? ബുദ്ധനിലേക്കുള്ള ദൂരം കെ കൊച്ച്. വിമർശന ഹരിതീകരണം EMS. അടുത്ത ചോദ്യം. ഒരു കാവ്യത്തിൻ്റെ അർത്ഥം എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഗുണത്തെ വിളിക്കുന്ന പേര് എന്ത്? പ്രസാദം. ഒരു കാവ്യത്തിൻ്റെ അർത്ഥം എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഗുണത്തെ വിളിക്കുന്ന പേര് പ്രസാദം. തത്വചിന്തയ്ക്ക് രൂപങ്ങളെക്കുറിച്ച് ഉള്ള സിദ്ധാന്തം തിയറി ഓഫ് ഫോംസ് അവതരിപ്പിക്കുന്ന പ്ലേറ്റോയുടെ കൃതി ഏതാണ്? റിപ്പബ്ലിക്. അപ്പം പ്ലേറ്റോയുടെ ഒരു കൃതിയാണ് റിപ്പബ്ലിക്. എന്തിനാണ് പറയുന്നത്? തിയറി ഓഫ് ഫോംസ്. ഇംഗ്ലീഷിൽ എഴുതിയ മലയാളത്തിൻ്റെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ പേര് പറയുക. രചയിതാവാര്? ആരാണ് ഇംഗ്ലീഷിൽ എഴുതിയ മലയാളത്തിൻ്റെ ആദ്യ വ്യാകരണ ഗ്രന്ഥം? ഗ്രാമർ ഓഫ് ദ മലബാർ ലാംഗ്വേജ്. ആരെഴുതിയതാണ്? റോബർട്ട് ഡ്രമ്മണ്ട്. ഗ്രാമർ ഓഫ് ദ മലബാർ ലാംഗ്വേജ് റോബർട്ട് ഡ്രമ്മണ്ട്. തരിസാപ്പള്ളി ചെപ്പേടിൻ്റെ ഉള്ളടക്കം എന്ത്? തരിസാപ്പള്ളി ചെപ്പേടിൻ്റെ ഉള്ളടക്കം എന്ത്? മരുവൻ സഫീർ ഈശോക് വേണാട്ടു രാജാവായ അയ്യനടികൾ കൊടുക്കുന്ന ദാനം. മരുവൻ സഫീർ ഈശോക് വേണാടു രാജാവായ അയ്യനടികൾ കൊടുക്കുന്ന ദാനം. ചോദ്യം 63. ഭാഷാ സംസ്കൃത യോഗ മണിപ്രവാളം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ് ഭാഷാ സംസ്കൃത യോഗ മണിപ്രവാളം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രഥമ സൂത്രപ്രകാരം സംസ്കൃതത്തിലെ വിഭക്ത്യാന്ത്യങ്ങളായ നാമങ്ങളും ക്രിയാപദങ്ങളും ഇടകലർന്നുള്ള ഭാഷാപ്രയോഗമാണ് മണിപ്രവാളം. പ്രഥമ സൂത്രപ്രകാരം സംസ്കൃതത്തിലെ വിഭക്ത്യാന്തങ്ങളായ നാമങ്ങളും ക്രിയാപദങ്ങളും ഇടകലർന്നുള്ള ഭാഷാപ്രയോഗമാണ് മണിപ്രവാളം. ചോദ്യം 64. പ്രാകൃതകക്ഷിയ എന്നുള്ളത് ലക്ഷ്യമാക്കുന്നത് എന്ത്? എന്താണ് പ്രാകൃതകക്ഷിയ എന്ന് പറയുന്നത്? പ്രകൃതിക്ക് പ്രാധാന്യമുള്ളത് എന്ന അർത്ഥത്തിലാണ് കക്ഷിക്ക് പ്രാകൃതം എന്ന് പേരിട്ടത്. എന്താണ്? പ്രകൃതിക്ക് പ്രാധാന്യമുള്ളത് എന്ന അർത്ഥത്തിലാണ് കക്ഷിക്ക് പ്രാകൃതം എന്ന് പേരിട്ടത്. നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. ഓക്കെ. അടുത്ത ചോദ്യം. കിളിപ്പാട്ട്, തുള്ളൽപ്പാട്ട്, കൃഷ്ണഗാഥ, 24 വൃത്തം, വഞ്ചിപ്പാട്ട് എന്നിങ്ങനെ പാട്ടുകളെ വിഭജിക്കുന്ന ഒരു ക്രമമാണ് വൃത്തമഞ്ജരി സ്വീകരിച്ചത്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നാണ്? ശരിയാണ്. കിളിപ്പാട്ട്, തുള്ളൽപ്പാട്ട്, കൃഷ്ണഗാഥ, 24 വൃത്തം, വഞ്ചിപ്പാട്ട് എന്നിങ്ങനെ പാട്ടുകളെ വിഭജിക്കുന്ന ഒരു ക്രമമാണ് വൃത്തമഞ്ജരി സ്വീകരിച്ചത്. ഭൂതകാലത്തിലേക്കുള്ള മുൻവിനയച്ചം. ശരിയായ ഉദാഹരണം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായത്? രാമൻ വന്ന് കളിച്ച് ഊണ് കഴിച്ചു. ഭൂതകാലത്തിലേക്കുള്ള മുൻവിനയച്ചം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? രാമൻ വന്ന് കളിച്ച് ഊണ് കഴിച്ചു. ഭൂതകാലത്തിലുള്ളതാണല്ലേ. അടുത്ത ചോദ്യം. വ്യഞ്ജനങ്ങൾക്ക് ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവ ശരിയാണോ എന്ന് പരിശോധിക്കുക. ശരിയാണ്. ഖ ഖ ഗ ഘ ങ കവർഗം, ച ഛ ജ ഝ ഞ ചവർഗം, ഠ ഠ ഡ ഠ ണ ടവർഗം.
അടുത്തത്, ഇന്ത്യയിലെ പ്രക്ഷേപണ ശൃംഖലയ്ക്ക് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് നൽകിയതാരാണ്? ലയണൽ ഫീൽഡനാണ്. ലയണൽ ഫീൽഡൻ. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് നൽകിയത് ലയണൽ ഫീൽഡനാണ്. എന്നാണ് ഓൾ ഇന്ത്യ റേഡിയോ സ്ഥാപിച്ചത്? 1936 ഓൾ ഇന്ത്യ റേഡിയോ സ്ഥാപിതമായത്. 1957 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. സ്ഥാപിച്ച വർഗങ്ങളുടെ ക്രമം അനുസരിച്ച് താഴെ പറയുന്ന റേഡിയോ നിലയങ്ങളുടെ ശരിയായ വിന്യാസം ഏത്? കറക്റ്റ് ഏതൊക്കെയാണ് ആദ്യം സ്ഥാപിച്ചതെന്നാണ്. തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, ആലപ്പുഴ. തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, ആലപ്പുഴ. ഒരു മാധ്യമം എന്ന നിലയിൽ മാതൃഭൂമി ആദ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ത്രൈവാരികയായിട്ടാണ്, അല്ലേ? മാതൃഭൂമി ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ത്രൈവാരികയായിട്ടാണ്. ഭാഷിത വാഗ്മയം എന്ന പ്രയോഗം ഏതു മാധ്യമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റേഡിയോ. ഭാഷിത വാഗ്മയം എന്ന പ്രയോഗം ഏത് വാക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റേഡിയോ. ആകാശവാണിക്കും ദൂരദർശനും സ്വയംഭരണം നൽകുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി നിയോഗിക്കപ്പെട്ട GB വർഗീസ് കമ്മിറ്റി രൂപീകരിച്ചത് LK അദ്വാനി. അപ്പം BG വർഗീസ് കമ്മിറ്റി ആകാശവാണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആകാശവാണിയും ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരാണ് കമ്മിറ്റി രൂപീകരിച്ചത്? LK അദ്വാനി. പ്ലേജറിസം എന്നാൽ എന്ത്? ആശയചോരണം. ആശയചോരണമാണ് പ്ലേജറിസം. താഴെ പറയുന്ന പ്രസിദ്ധീകരണങ്ങളെ അവ പ്രസിദ്ധീകരിച്ച വർഷത്തിൻ്റെ ക്രമത്തിൽ വിന്യസിച്ചാൽ ശരിയായ ക്രമം ഏത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കേരളോപകാരി, കേരള ചന്ദ്രിക, കേരളമിത്രം, കേരള പത്രിക. ആദ്യം ഉപകാരി, പിന്നീട് ചന്ദ്രിക. ചന്ദ്രിക, പിന്നെ മിത്രം, പിന്നെ പത്രിക. ഇതാണ് കേരളോപകാരി, കേരള ചന്ദ്രിക, കേരളമിത്രം, കേരള പത്രിക. ഇതാണ് കറക്റ്റ് ഓർഡർ. അടൂർ ഗോപാലകൃഷ്ണൻ ദൂരദർശന് വേണ്ടി സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? മതിലുകൾ. മതിലുകളാണ് അടൂർ ഗോപാലകൃഷ്ണൻ ദൂരദർശന് വേണ്ടിയിട്ട് സംവിധാനം ചെയ്ത ചലച്ചിത്രം. കമ്മ്യൂണിക്കേഷൻ എന്ന പദത്തിൻ്റെ മൂലരൂപം ഏതു ഭാഷയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്? ലത്തീൻ. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന പദത്തിൻ്റെ മൂലരൂപം സ്വീകരിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിൽ 3 പൊതുസ്വഭാവം പങ്കുവയ്ക്കുന്നു, ഒരെണ്ണം വ്യത്യസ്തത പുലർത്തുന്നു. ഏതാണ് വ്യത്യസ്തമായ ഒന്ന്? പശ്ചിമ താരകയാണ്. പശ്ചിമ താരക. ഭാഷയേറി വരുന്ന നല്ല മണിപ്രവാളം ഏതെങ്കിലോ ഭൂഷണം വരുവാനുമില്ല, വിശേഷണഭൂഷണമായി വരും. വേഷസംഗതിയോട് ചേർന്നൊരു ഭാഷ വേണമെതെങ്കിലേ ശേഷമുള്ള ജനത്തിനും പാരിതോഷമെന്നു വരൂ ദൃഢം. ഈ വരികളുടെ രചയിതാവാരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണിത്. എന്താണ്? ഭാഷയേറി വരുന്ന നല്ല മണിപ്രവാളമതെങ്കിലോ ഭൂഷണം വരുവാനുമില്ല, വിശേഷണഭൂഷണമായി വരും. വേഷസംഗതിയോട് ചേർന്നൊരു ഭാഷ വേണമെതെങ്കിലേ ശേഷമുള്ള ജനത്തിനും പാരിതോഷമെന്ന് വരൂ ദൃഢം. അടുത്ത ചോദ്യം. ജർമ്മൻ നാടകകൃത്തായ ഗോയ്ഥെയുടെ ഡോക്ടർ ഫാസ്റ്റ് എന്ന നാടകത്തെ അതിജീവിച്ച് ഡോക്ടർ ഫൗസ്റ്റ് എന്ന ആട്ടക്കഥ രചിച്ചത് അയ്യനം കൃഷ്ണകൈമൽ. ഡോക്ടർ ഫൗസ്റ്റ് എന്ന ആട്ടക്കഥ രചിച്ചതാര്? അയ്യനം കൃഷ്ണകൈമൽ. വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സംഗീത നൈഷകം TC അച്യുതമേനോൻ. സദാരാമ KC കേശവപിള്ള. നചികേതസ് കട്ടമത്ത് കന്നിയൂർ കൃഷ്ണക്കുറുപ്പ്. പാക്കനാർ ചരിതം വിദ്വാൻ P കേളു നായർ. മലയാളം എക്സാമിൻ്റെ ആയതുകൊണ്ടാണ് ഇത്രയധികം സാഹിത്യ ചോദ്യങ്ങൾ. നളചരിതത്തിലെ ഭാഷ മണിയും പ്രവാളവും കലർന്നു ചേർന്നതല്ല, സംസ്കൃതമാകുന്ന ചെമ്പും മലയാളമാകുന്ന വെളുത്തീയവും ചേർത്തൊരുക്കിയ ഒരു വെങ്കല ഭാഷയാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? AR രാജരാജവർമ്മ. എന്താണ് AR രാജരാജവർമ്മ പറഞ്ഞത്? നളചരിതത്തിലെ ഭാഷ മണിയും പ്രവാളവും കലർത്തു ചേർത്തതല്ല, സംസ്കൃതമാകുന്ന ചെമ്പും മലയാളമാകുന്ന വെളുത്തീയവും ചേർത്തൊരുക്കിയ ഒരു വെങ്കല ഭാഷയാണ്. ഇങ്ങനെ പറഞ്ഞതാരാണ്? MR രാജരാജവർമ്മ. തെറ്റായ ജോഡി കണ്ടെത്തുക. C ആണ് തെറ്റ്. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്നതാണ് തെറ്റ്. ആരാണ് ആ മനുഷ്യൻ നീ തന്നെയുടെ രചയിതാവ്? CJ തോമസ് ആണ്. CJ തോമസ്. ശരിയായത് നോക്കാം. കന്യക N കൃഷ്ണപിള്ള. ലങ്കാലക്ഷ്മി CN ശ്രീകണ്ഠൻ നായർ. ഋതുമതി പ്രേംജി. കന്യക N കൃഷ്ണപിള്ള, ലങ്കാലക്ഷ്മി CN ശ്രീകണ്ഠൻ നായർ, ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്, ഋതുമതി പ്രേംജി. ചേരുംപടി ചേർക്കുക. ഉദകപ്പോള കൃതികളും സിനിമയാക്കിയതുമാണ്. ഉദകപ്പോള ഏതാണ്? തൂവാനത്തുമ്പികൾ. നീലവെളിച്ചം ഭാർഗവീ നിലയം.
കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ എന്ന് സ്വന്തം ജാനകിക്കുട്ടി. ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും, വിധേയൻ. ഉദകപ്പോള, തൂവാനത്തുമ്പികൾ, നീലവെളിച്ചം, ഭാർഗവീ നിലയം, കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ എന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഭാസ്കര പട്ടേലരും ജീവിതവും, എൻ്റെ ജീവിതവും, വിധേയൻ. മലയാള സിനിമയിലെ ലക്ഷണമൊത്ത പൊളിറ്റിക്കൽ സറ്റയർ എന്ന് വിശേഷിക്കപ്പെടുന്ന പഞ്ചവടിപ്പാലം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരായിരുന്നു? ആരാണ് പഞ്ചവടിപ്പാലത്തിൻ്റെ സംവിധായകൻ? KG ജോർജ്. KG ജോർജാണ് പഞ്ചവടിപ്പാലം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. 3ഉം 4ഉമാണ് ശരി. ദൈവത്താർ എന്ന നാടകം തനത് നാടകങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ്. എക്സ്പ്രഷനിസ്റ്റ് ശൈലിയിലുള്ള നാടകമാണ് സമത്വാദി. സമത്വാദി എന്ന് പറയുന്ന നാടകം എക്സ്പ്രഷനിസ്റ്റ് ശൈലിയിലുള്ളതാണ്. ദൈവത്താർ എന്ന നാടകം തനത് നാടകങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ്. അടുത്ത ചോദ്യം. 1930 പ്രസിദ്ധീകരിച്ച മാതൃഭൂമി പതിപ്പിൻ്റെ അവതാരികയിൽ ഈ നാടകം അക്കാലത്തെ ആറ്റം ബോംബാണെന്ന് അവതാരകനായ K. കേളപ്പൻ പറഞ്ഞിട്ടുണ്ട്. നാടകം ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെക്കുറിച്ച് K. കേളപ്പൻ എന്താണ് പറഞ്ഞത്? ഈ നാടകം അക്കാലത്തെ ആറ്റം ബോംബാണ് എന്നാണ് പറഞ്ഞത് 1930. അടുത്തത്. മരണത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതും ഇന്നും നിലനിൽക്കുന്നതുമായ ജീവശ്മമാണ് ഫോക്ലോർ എന്ന് നിർവചിച്ചത് ആരാണ്? ഫ്രാൻസിസ് പോട്ടർ. ചോദ്യം 92. കേരളത്തിൽ അധിവസിക്കുന്ന എല്ലാ ജാതിക്കാരിലും കാണപ്പെടുന്ന ഒരേ ജനിതക ഘടനയാണെന്നും അതിനാൽ ജാതീയമായ വിഭജനം അർത്ഥരഹിതമാണെന്നും ശാസ്ത്രീയമായി തെളിയിക്കുന്ന മലയാളി ഒരു ജനിതക വായന എന്ന പുസ്തകം രചിച്ചതാര്? K. സേതുരാമൻ. മലയാളി ഒരു ജനിതക വായന. രചയിതാവാര്? K. സേതുമാധവൻ. ഓക്കെ. അടുത്തത്. താഴെ പറയുന്നവയിൽ പ്രാർത്ഥന ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെടാത്ത ആദിവാസി ഗോത്രം ഏത്? A ആണ് ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്നത് ഏതാണെന്നൊക്കെ നോക്കാം. കാടർ, കാട്ടുനായ്ക്കർ, കുറുമ്പർ. പ്രാർത്ഥന ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആരൊക്കെയാണ്? കാടർ, കാട്ടുനായ്ക്കർ, കുറുമ്പർ. അയിത്ത നിർമ്മാർജ്ജനം ജീവിതവ്രതമായി സ്വീകരിച്ച് ഇത് ഇല്ലായ്മ ചെയ്യുന്നതിന് ഗാന്ധിജിയുടെ അനുവാദത്തോടെ വൈക്കം സത്യാഗ്രഹം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സത്യാഗ്രഹത്തിൻ്റെ മൂലകാരണമായ സാമൂഹിക പരിഷ്കർത്താവാരാണ്? TK മാധവൻ. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. എന്നായിരുന്നു? 1924. മുല്ലൈ എന്ന അകത്തിണയ്ക്ക് സമാനമായ പുറത്തിട ഏതാണ്? വഞ്ചി. മുല്ലൈ എന്ന അകത്തിണയ്ക്ക് സമാനമായ പുറത്തിണ ഏതാണ്? വഞ്ചി. കേരളത്തിൽ നടന്ന ആദ്യ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. എന്നായിരുന്നു? 1907. കേരളത്തിൽ നടന്ന ആദ്യ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. 1907. പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായി കേരളത്തിന് ലഭിച്ച കലാരൂപം ഏത്? ചവിട്ടുനാടകം. പോർച്ചുഗീസുകാരുടെ ഉള്ള ബന്ധത്തിൻ്റെ ഫലമായി കിട്ടിയതാണ് ചവിട്ടുനാടകം. തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് C. കേശവൻ, PK കുഞ്ഞ്, NC ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം ഏതു പേരിൽ അറിയപ്പെടുന്നു? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിനൊപ്പം നേതാക്കൾ ആരൊക്കെയാണ്? C. കേശവൻ, PK കുഞ്ഞ്, NC ജോസഫ്. C. കേശവൻ, PK കുഞ്ഞ്, NC ജോസഫ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിവർത്തന പ്രക്ഷോഭം? തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടു നടത്തിയ സമരമായിരുന്നു. അപ്പം ഇത്രയുമാണ് 100 ചോദ്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസാണ്. എല്ലാവരും പഠിക്കാൻ മടിക്കുന്ന ഭാഗമാണ് അല്ലേ കലാസാഹിത്യം ഭാഗം. അപ്പം നമുക്ക് ഒരുപാട് വാരി വലിച്ച് പഠിക്കാതെ ഇങ്ങനെയുള്ള PYQs 3-4 വട്ടം കേട്ട് പഠിക്കാം. നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കേൾക്കുമ്പോഴത്തേക്കും കുറേ തവണയാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിൽ പതിഞ്ഞോളും. ഓക്കെ. അപ്പം എക്സാം അടുപ്പിച്ചും 2-3 തവണ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. അപ്പോഴേക്കും നമുക്ക് സെറ്റ് ആയിക്കോളും. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്ലോഡ് ചെയ്യുന്ന ഉടനെ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. നമ്മളെ ചാനലിൽ റീസെൻ്റായിട്ട് നടത്തി വരുന്ന എല്ലാ PSC എക്സാംസ് ഇൻക്ലൂഡിങ് സ്പെഷ്യൽ എക്സാംസ് ആൻഡ് ജനറൽ PSC എക്സാംസ്, ടെക്നിക്കൽ എക്സാംസ് എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നുണ്ട് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. അപ്പം PYQവിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ.
അപ്പം PYQ നമ്മൾ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ PSCയുടെ ട്രെൻഡ് നമുക്ക് മനസ്സിലാവുള്ളൂ, എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും വർക്കൗട്ട് ചെയ്യണം. ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, നെഗറ്റീവ് മാർക്കൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പം അതൊന്നും പ്രശ്നമാക്കണ്ട, നമുക്കൊന്നിച്ച് ഡിസ്കസ് ചെയ്ത് റിലേറ്റഡ് ഫാക്ട്സ് അടക്കം പഠിച്ചു പോകാം. ഓക്കെ, അപ്പം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ PYQ മാത്രമല്ല 10th എക്സാംസ് ബേസ് ചെയ്ത് SCRT ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ന്യൂ SCRT ക്ലാസ്സസ് 5 to 10 എടുക്കുന്നുണ്ട്. 5th സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു പോകാം 5th സ്റ്റാൻഡേർഡ് തൊട്ട്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.